ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, ചെറുതായിട്ട് ചങ്ക് പടയുന്നുണ്ടോ എന്നൊരു സംശയം. എങ്ങനെ ആവാതിരിക്കും ഗായ്സ്. അങ്ങനെ നീണ്ട 3 ആഴ്ച സുഖവാസത്തിന് ശേഷം നമ്മളിതാ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ. നമ്മൾ പോവാണ്. വെളുപ്പിനത്തെ ഫ്ലൈറ്റ് കയറാൻ നട്ടപ്പാതിരയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത് കൊണ്ട് കിട്ടിയതെല്ലാം പെറുക്കിതാ നമ്മൾ പോവാണ് കേട്ടോ. ഉറക്കം ശരിയാവാത്ത കാരണം കിറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ ഗായ്സ്. ഒരു കരച്ചിൽ പൊട്ടുന്നതിന് മുന്നേ നമുക്ക് വേഗം സ്ഥലം വിടാം. നല്ല ചൂട് തട്ടുദോശയുടെ കൂടെ ഇമോഷൻസ് എല്ലാം കൂടെ കയറി വന്നത് ഇമിഗ്രേഷൻ കണ്ടപ്പോഴത്തേക്കിന് അങ്ങോട്ട് പോയി കിട്ടി. കാരണം UK വിസയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവുന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഷെയർ കോഡ് ഒക്കെ മാത്രം മതി എന്നുള്ള ഒടുക്കത്തെ കോൺഫിഡൻസിൽ പോകുമ്പോഴാണ് ആള് ഈ വിസ ഓൺലൈനിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞത്. തിന്തനം കാണിക്കുന്ന കണ്ടപ്പോഴേ ബോധമില്ലാത്ത ഏതോ ടീമാന്ന് മനസ്സിലാക്കിയിട്ട് ചേട്ടൻ എന്നെ പറഞ്ഞു വിട്ടു. വേഗം വന്ന വഴിക്ക് നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഒമാനയിൽ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ബോധിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് മസ്കറ്റ് വരെ വിൻഡോ സീറ്റ് ആയതിന്റെ ഒരു ത്രില്ലിലാണ് ഞാനിപ്പോ. മസ്കറ്റിൽ നമുക്ക് ചെറുതായിട്ടൊരു ലേ ഓവർ പോസ്റ്റ് കിട്ടിട്ടോ. ആ സമയത്ത് 50-50 കണ്ടപ്പോ കൊതിയായിട്ട് അത് കഴിച്ച് ഇങ്ങനെ ഫ്ലൈറ്റ് കയറി. 7 മണിക്കൂറുണ്ട്. നല്ലൊരു സുഖ ഉറക്കത്തിനുള്ള മൂടൊക്കെ ഉണ്ട്. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് 2 സിനിമയും കണ്ട് കണ്ണടച്ചപ്പോഴത്തേക്കും ലണ്ടൻ എത്തി. ആകെ ഉള്ളൊരു വിഷമം, നമ്മൾ പോയപ്പോ ഒരു അടിപൊളി ഡെസേർട്ടേയും കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വീണ്ടും പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. പക്ഷെ കിട്ടിയില്ല. ഹേർട്ടായി ഗൈസ്, ഹേർട്ടായി. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയ റിയാലിറ്റി ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇതാ ബാഗും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വേറെ ഏതോ പഞ്ചായത്തിൽ പോയി വായി നോക്കി നിൽക്കുന്ന കാരണം നമ്മുടെ സമയം കുറേ പോയി. അങ്ങനെ ബാണ്ടക്കെട്ടുകളൊക്കെ ഏന്തി നമ്മൾ പുറത്തിറങ്ങി ചങ്കിനെ ബാഗ് വെപ്പിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് രേഷ്മേച്ചിയുടെ ചോറും കപ്പയും കഴിച്ചത് നടു നിവർത്തി കേട്ടോ. എന്നിട്ട് അൺപാക്ക് ചെയ്യാനുള്ളതാണ്. ഇനി വീണ്ടും നാടൻ വിശേഷങ്ങളൊക്കെ മാറി ലണ്ടൻ കാഴ്ചകളിലേക്ക് തുടരാം. അപ്പൊ ടാറ്റാ ബൈ ബൈ.